Hello, welcome back to Simple Happiness with Olivia. വീട് ഒരുക്കി വയ്ക്കാൻ ഇഷ്ടമില്ലാത്തത് ആരാണല്ലേ? ഞാൻ ടേമുന്ന് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിരുന്നു. ഇതൊരെണ്ണം ഞാനത് കിച്ചണിലത്തെ ഗ്ലാസ് ഡോറിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാനായിരുന്നു. അവിടെ സമ്മർ ആയതുകൊണ്ട് എൻ്റെ ചട്ടികളെല്ലാം കാലിയാണിപ്പോൾ. എല്ലാ ചെടികളും നാശമായിപ്പോയി, അത്രയും ചൂടായതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു എംപ്റ്റിനെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ കുറച്ചൊരു ചെടി ഇഫക്റ്റ് ഒക്കെ വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാനതൊന്ന് ട്രൈ ചെയ്തു. ഏറ്റതുപോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്കത് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഈ പ്ലാന്റ് ക്ലിപ്സ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനത്തെ പല ടൈപ്പിലും ഉണ്ട്. ഇപ്പം എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സിലും ഇത് കാണാറുണ്ട്, പല പല ഷേപ്സിലും സൈസസിലൊക്കെ. അതുപോലെ വീടിന് ഈ ചെടികൾ വെക്കുന്നതും എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കൊന്ന് പൊതുവേ എല്ലാ വീടുകളിലും ഈ പച്ച കളർ, ഈ ചെടികളുടെ പച്ച കളർ, ഈ ഇലകളുടെ പച്ച കളറെല്ലാം കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതിൻ്റെ ഈ പച്ച കളറും എല്ലാം കൂടി നല്ലൊരു റിഫ്രഷിങ് സൈറ്റ് തന്നെയാണ് നമുക്ക്. ഈ ഇൻഡോർ പ്ലാന്റ്സിന് ഈ അരി കഴുകിയ വെള്ളം, പിന്നെ ഈ പരിപ്പ് കഴുകിയ വെള്ളം, ഈ രണ്ടും നന്നായി അത് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാരണം പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ വീട്ടിൽ അത്രയേ ഉള്ളൂ ചെടികൾ. പക്ഷെ ഉള്ളതിന് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും ഞാൻ ആദ്യം കാണിച്ച സ്റ്റിക്കേഴ്സ് പോലെ തന്നെ വേറൊരു മിററിൽ സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ്. ഇത് ഈ പറഞ്ഞ പോലെ റിവ്യൂസ് നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ക്യാൻഡിലിൻ്റെ ലിഡ്സ് ഉപയോഗിച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കോട്ട്സോ വേണമെങ്കിൽ എഴുതിയിട്ട് കളർ ചെയ്യുകയും ചെയ്യാം. എൻ്റെ അടുത്ത് കുറച്ച് പോസ്റ്റ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് അതിൽ സ്റ്റിക്ക് ചെയ്ത് 2 മാഗ്നറ്റ് അതിൻ്റെ ബാക്കിലും ഒട്ടിച്ച് അതൊരു നല്ലൊരു മോട്ടിവേഷണൽ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആയിട്ട് ഞാനത് വരുന്നതൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലേ ഇഷ്ടങ്ങൾ. അവരുടെ വീട് എങ്ങനെ വെക്കണം, എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. എനിക്ക് ഈ കേരളത്തിനോടും ഇന്ത്യയോടും ഒരുപാട് എലിമെൻറ്റ്സ് ഉൾപ്പെടുത്തുന്നത് ഇഷ്ടമാണ്. കഥകളി ഞാൻ വരച്ചിട്ട് ചെറിയൊരു പെയിൻറ്റിങ് ആണ്, അത് വരച്ച് ഞാൻ വാളിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ എനിക്കിഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. പിന്നെ വീട് വലുതോ ചെറുതോ എന്നുള്ളതിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ ഭംഗിയായി വെക്കുന്നു എന്നതിലാണ് തീർച്ചയായിട്ടും ആ ഒരു വീടിൻ്റെ ഭംഗി കിടക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. ഇതുപോലത്തെ വീഡിയോസായി വരുന്നത് വരെ ബൈ. Be happy and enjoy your life.